ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മന്ത്രമാണ് പറഞ്ഞു തരുന്നത്. അതായത് വിവാഹിതരായ സ്ത്രീകൾ അവരുടെ സിന്ദൂര രേഖയിൽ സിന്ദൂരം അണിയുന്ന സമയത്ത് അവർ ഒരു മന്ത്രം ജപിക്കാറുണ്ട്. ആ മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ മന്ത്രം 3 തവണ ജപിക്കണം. നമ്മൾ സിന്ദൂരം അണിയുന്ന സമയത്ത് ഈ മന്ത്രം ജപിച്ചു തുടങ്ങണം. ഈ മന്ത്രം ജപിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മുടെ സിന്ദൂരം അണിയൽ എന്ന ചടങ്ങ് പൂർത്തിയായിട്ട് ഉണ്ടാകും. എങ്കിലും ബാക്കി തവണ കൂടി നമ്മൾ ആ സിന്ദൂരത്തെ ഒന്ന് നോക്കി നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആ ആഗ്രഹം, അതായത് നെടുമാംഗല്യം എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിറച്ചു വെച്ചുകൊണ്ട് ബാക്കി തവണ കൂടി ജപിക്കണം. അതായത് ശ്രദ്ധിക്കാനുള്ളത്, സന്തോഷത്തോടു കൂടി നിറഞ്ഞ സ്നേഹത്തോടു കൂടി മാത്രമേ ഈ നാമം ജപിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇന്നീ വീഡിയോയിൽ ആ മന്ത്രത്തെ പറ്റിയും അതുപോലെ തന്നെ കാരയ്ക്കലമ്മയുടെ ഭക്തിയെ പറ്റിയിട്ടുമാണ് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി ഇരുന്ന് അവസാനം വരെ ഈ വീഡിയോയൊന്ന് കേൾക്കണം. അതുപോലെ തിരുവാതിര വരുന്നു. തിരുവാതിരയെ പറ്റിയിട്ടുള്ള വീഡിയോ, ധനുമാസത്തിലെ തിരുവാതിരയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ, വിശദമായ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കേൾക്കാത്ത എല്ലാവരും അത് കേൾക്കണം. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും അത് കേൾക്കണം. തിരുവാതിരയുടെ മഹാത്മ്യം, ശിവപുരാണത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ ഐതിഹ്യമൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം വേണം എല്ലാവരും വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഇന്ന് നമ്മൾ ഒരു കഥ പറയുകയാണ്. അതിനുശേഷം നമുക്ക് ആ മന്ത്രം അതുകൂടി പറഞ്ഞ് നിർത്താം. കാരയ്ക്കലമ്മ. ആരാണ് കാരയ്ക്കലമ്മ? നമ്മൾ കേട്ടിട്ടുണ്ട്, പറയിപെറ്റ പന്തിരുകുലം. പറയിപെറ്റ പന്തിരുകുലത്തിലെ ഒരു പെൺകുട്ടിയായിരുന്നു കാരയ്ക്കലമ്മ. പുനിതവതി എന്നായിരുന്നു ആ കുട്ടിക്ക് അതിൻ്റെ മാതാപിതാക്കൾ ഇട്ട പേര്. പുനിതവതി എന്ന പേരിൻ്റെ അർത്ഥം പരിശുദ്ധ എന്നാണ്. പുനിതവതിയുടെ മാതാപിതാക്കൾ പരമശിവ ഭക്തരായിരുന്നു. അതിനാൽ കുട്ടിക്കാലം മുതൽക്കു തന്നെ പുനിതവതിയും ഉത്തമ ശിവഭക്തയായിരുന്നു. ദിവസവും അവൾ ശിവക്ഷേത്രത്തിൽ പോവുകയും ആരാധന നടത്തുകയും ശിവനാമ കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അവൾ വളർന്ന് യൗവനയുക്തയായി തീർന്നു. മാതാപിതാക്കൾ അവൾക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടുപിടിച്ച് അവളുടെ വിവാഹം നടത്തി. പരമദത്തൻ എന്നായിരുന്നു പുനിതവതിയുടെ ഭർത്താവിൻ്റെ പേര്. പരമദത്തൻ സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. നാഗപുരത്തുകാരനായിരുന്ന ഭർത്താവിനെ വിവാഹശേഷം തൻ്റെ ഗൃഹത്തിലേക്ക് താമസിക്കുവാനായി അവൾ നിർബന്ധിച്ചു. അതിനു കാരണം തൻ്റെ ശിവ ആരാധനയ്ക്ക് സൗകര്യവും മറ്റും ഓർത്തിട്ടാണ്. ഭർത്താവിന് അതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് അവളുടെ ആഗ്രഹത്തിന് യാതൊരു തടസ്സവും നിന്നതുമില്ല. ഭർത്താവിനെ ഈ പുനിതവതി ഈശ്വരന് തുല്യം കരുതി ആരാധിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു വന്നു. ഭർത്താവ് പുറത്തു പോയാൽ അയാൾ തിരിച്ചെത്തുന്നതുവരെ അവൾ ജലപാനം പോലും ചെയ്തിരുന്നില്ല. എന്നാൽ ശിവഭക്തരായ ചില സന്യാസിമാരൊക്കെ ആ സമയത്ത് ഇങ്ങനെ ഭിക്ഷ എടുക്കുന്നതിനായിട്ട് അവിടെയുള്ള ഗൃഹങ്ങളിലൊക്കെ ചെല്ലുമായിരുന്നു. അങ്ങനെ ആരെങ്കിലും വന്നാൽ ഭർത്താവ് വരട്ടെ എന്നു കരുതി പുനിതവതി കാത്തിരിക്കാറില്ല. അവർക്ക് വേണ്ട ആഹാരങ്ങളെല്ലാം തന്നെ അവൾ സമയത്തിന് തന്നെ കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു ശൈവ സന്യാസി ആഹാരം കഴിക്കുന്നതിനായി പുനിതവതിയുടെ വീട്ടിലേക്ക് എത്തുന്നു. ഭർത്താവ് വന്ന് ആഹാരം കഴിക്കുന്നതിന് മുമ്പാണ് ആ സന്യാസി വന്നത്. ഉടൻ തന്നെ പുനിതവതി ആ സന്യാസിക്ക് ആഹാരം വിളമ്പിക്കൊടുത്തു. മാത്രമല്ല, ഭർത്താവ് തലേ ദിവസം വാങ്ങിക്കൊണ്ടുവന്ന മാമ്പഴങ്ങളിൽ ഒന്ന് സന്യാസിക്ക് കൊടുക്കുകയും ചെയ്തു. സന്യാസിക്ക് വളരെയധികം തൃപ്തിയായി. അദ്ദേഹം പുനിതവതിയെ അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്നും മടങ്ങി പോവുകയും ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പരമദത്തൻ വന്നു. അദ്ദേഹത്തിനും ഭക്ഷണം നൽകിയതിനു ശേഷം ബാക്കിയുണ്ടായിരുന്ന ഒരു മാമ്പഴം അദ്ദേഹത്തിന് ഈ പുനിതവതി നൽകി. പരമദത്തൻ, ഒരു മാമ്പഴം കൂടി ഞാൻ കൊണ്ടുവന്നല്ലോ, അതുകൂടി വേണം എന്ന് ആവശ്യപ്പെട്ടു.
അത് കേട്ടതും പുനിതവതിക്ക് വലിയ വിഷമമായി. എങ്കിലും ആ മാമ്പഴം സന്യാസിക്ക് കൊടുത്ത കഥ അവൾ ഭർത്താവിൽ നിന്നും മറച്ചു പിടിക്കുക തന്നെ ചെയ്തു. അവൾ തൻ്റെ പൂജാമുറിയിൽ ചെന്ന് സാക്ഷാൽ പരമശിവനെ ധ്യാനിച്ചു. അവളുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ ഒരു മാമ്പഴം അവളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അതവൾ ഭർത്താവിന് കൊടുത്തു. ആ മാമ്പഴം തിന്നപ്പോൾ വളരെ സ്വാദ് കൂടിയതായി തോന്നുകയും പരമദത്തന് ഞാൻ കൊണ്ടുവന്ന മാമ്പഴം ഇതല്ലല്ലോ എന്ന ഒരു സംശയം തോന്നുകയും ചെയ്തു. ഈ മാമ്പഴം നിനക്ക് എവിടെ നിന്നു കിട്ടിയെന്ന് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നു. അവൾ സത്യമെല്ലാം തുറന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു മാമ്പഴം കൂടി പരമശിവനിൽ നിന്നും വാങ്ങിത്തരണം എങ്കിലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പരമദത്തൻ പറയുന്നു. പുനിതവതി വീണ്ടും ഭഗവാനെ ധ്യാനിക്കുന്നു. മഹേശ്വരൻ ഒരു മാമ്പഴം കൂടി അവൾക്ക് നൽകുകയും ചെയ്തു. ആ മാമ്പഴം ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തതും ഉടൻ തന്നെ ആ മാമ്പഴം അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതോടുകൂടി പരമദത്തന് പുനിതവതി ഒരു സാധാരണ സ്ത്രീയല്ല, ദേവതയാണ് എന്ന് തോന്നുകയും പുനിതവതിയുടെ ഭർത്താവായിരിക്കുവാൻ തനിക്കിനി യോഗ്യതയില്ല, അതിനാൽ താൻ കച്ചവടത്തിനായി വിദേശത്തേക്ക് പോകുവാൻ തുടങ്ങുകയാണ്, അതിനായി അനുവദിക്കണമെന്ന് അവളോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പുനിതവതിയുടെ അനുവാദത്തോടു കൂടി അയാൾ വിദേശത്തേക്ക് പുറപ്പെടുന്നു. കച്ചവടത്തിൽ ധാരാളം പണം സമ്പാദിക്കുകയും ധനികനായ പരമദത്തൻ രണ്ടാമത് ഒരു സ്ത്രീയെ കൂടി വിവാഹം കഴിക്കുകയും ചെയ്തു. അതിലുണ്ടായ പുത്രിക്ക് ആദ്യ ഭാര്യയുടെ പേരു തന്നെ ഇടുകയും ചെയ്തു. ഭർത്താവ് പോയി കാലങ്ങൾ ഏറെയായി, മടങ്ങി വന്നിട്ടില്ല. ദുഃഖിതയായ പുനിതവതി ഭർത്താവിനെ തേടി പുറപ്പെടുന്നു. ആ യാത്രയിൽ അവിചാരിതമായി പുനിതവതി തൻ്റെ ഭർത്താവിനെ കണ്ടുമുട്ടുന്നു. ഭർത്താവ് പുനിതവതിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. തൻ്റെയും തൻ്റെ വംശത്തിൻ്റെയും പരദേവതയാണ് പുനിതവതി എന്ന് പുനിതവതിയോടും അവിടെ കൂടി നിന്ന ജനങ്ങളോടും ഈ ഭർത്താവ് പറയുന്നു. അതുമാത്രമല്ല, അയാളിപ്പോൾ വിവാഹിതനാണെന്നും കുട്ടികളുണ്ട് എന്നും പുനിതവതിക്ക് മനസ്സിലാകുന്നു. അതോടുകൂടി എല്ലാം ഉപേക്ഷിച്ചിട്ട്, വീടും നാടും എല്ലാം ഉപേക്ഷിച്ചിട്ട് പുനിതവതി കൈലാസത്തിൽ എത്തിച്ചേരുന്നു. കൈലാസത്തിൽ ചെന്ന് മഹേശ്വരനെ തപസ്സു ചെയ്യുന്നു. പരമശിവൻ പ്രത്യക്ഷപ്പെടുന്നു. സന്തുഷ്ടനായ പരമശിവൻ എന്താണ് ആവശ്യമെന്ന് അമ്മേ എന്ന് വിളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. പരമശിവൻ അമ്മേ എന്നാണ് പുനിതവതിയെ വിളിച്ചത്. അങ്ങനെ തനിക്ക് പരമശിവൻ്റെ നൃത്തം, ആനന്ദ നൃത്തം കണ്ടുകൊണ്ട് മരിക്കണം എന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് പുനിതവതി മഹേശ്വരനോട് പറയുന്നു. സന്തുഷ്ടനായ പരമശിവൻ അനുഗ്രഹിക്കുന്നു. തിരുവലങ്കാട്ട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ടെന്നും അവിടേക്ക് പൊയ്ക്കൊള്ളുവാനും താൻ നിത്യവും അവിടെ എത്തി നൃത്തം ചെയ്തു കൊള്ളാമെന്നും അറിയിക്കുന്നു. അതിന് പ്രകാരം പുനിതവതി തിരുവല്ലങ്കാട്ട് എന്ന ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും അവിടെ ഇരുന്നു കൊണ്ട് ശിവനെ പ്രാർത്ഥിക്കുകയും ശിവൻ്റെ നൃത്തം കണ്ട് സായുജ്യമടയുകയും ചെയ്യുന്നു. പിന്നീട് ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയുകയും പുനിതവതിയെ കാരയ്ക്കലമ്മ എന്ന പേരിൽ അവിടെ പ്രതിഷ്ഠിച്ച് ആരാധിച്ച് പോരുകയും ചെയ്യുന്നു. ഇതാണ് കാരയ്ക്കലമ്മയുടെ ഭക്തി. ശിവപുരാണത്തിൽ ഇപ്രകാരമാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മംഗല്യവതികളായ സ്ത്രീകൾ സിന്ദൂരം അണിയുമ്പോൾ ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് എന്നുള്ള കാര്യമൊന്ന് നോക്കാം. ഇതാണ് ആ മന്ത്രം. എഴുതിയെടുത്തുകൊള്ളുക. ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേവി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ. ഈ മന്ത്രം 3 തവണ ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് നെറുകയിൽ സിന്ദൂരം അണിയാം, സിന്ദൂരരേഖയിൽ സിന്ദൂരം അണിയാം. അതുപോലെ തന്നെ വിവാഹിതരായ സ്ത്രീകൾ, അതുപോലെ മാംഗല്യം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ, ഇവരൊക്കെ തന്നെ എല്ലാ തിങ്കളാഴ്ച വ്രതം എടുക്കുകയും ആ ദിവസം ഈ നാമം ശിവക്ഷേത്രത്തിൽ പോയിട്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് 108 തവണ ജപിക്കാവുന്നതുമാണ്. ഈ 2 കാര്യങ്ങൾക്കും ഈ
മന്ത്രം ഒരുപോലെ ഉപയോഗിക്കാം. മാംഗല്യത്തിന് വേണ്ടിയിട്ട്, കുടുംബ ദുരിതങ്ങൾ മാറുന്നതിനായിട്ട് ഒക്കെ ആയിട്ടാണ് ഈ മന്ത്രം ഉപയോഗിക്കുന്നത്. ഈ നാമം സിന്ദൂരം അണിയുന്ന സമയത്ത് 3 തവണ, ശിവക്ഷേത്രത്തിൽ പോയിരിക്കുന്ന സമയത്ത് 108 തവണയൊക്കെ വെച്ച് ജപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെ വളരെ ശ്രേഷ്ഠമായ ശക്തിമത്തായ ഒരു മന്ത്രമാണ്. എല്ലാവരും ഇനി മുതൽ നിത്യേന ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഈ മന്ത്രം ജപിക്കേണ്ട. മഹേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ സിന്ദൂരം അണിഞ്ഞുകൊള്ളുക. അല്ലാത്ത സമയങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത്, ഈ കല്യാണം വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന അവസ്ഥയിലൊക്കെ തന്നെ ഈ മന്ത്രം ജപിക്കരുത്. ആ കാര്യമൊന്ന് പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.